പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന മഅദിൻ 27ാവ് പ്രാർത്ഥനാ സംഗമത്തിലേക്കുള്ള വിഭവങ്ങൾ എത്തിക്കുന്നത് മലപ്പുറം സോൺ പ്രാസ്ഥാനിക കൂട്ടായ്മയാണ്. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ തന്നെ വിഭവങ്ങളുമായി മലപ്പുറം സോൺ പ്രാസ്ഥാനിക കൂട്ടായ്മ സ്വലാത്ത് നഗറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മലപ്പുറം സോണിലെ 69 യൂണിറ്റുകളിൽ നിന്നായി സമാഹരിച്ച അരി, പഞ്ചസാര, തേങ്ങ, പച്ചക്കറികൾ മുതലായ നിരവധി വിഭവങ്ങളായിട്ടാണ് ഇപ്രാവശ്യത്തെ 27ാം രാവ് പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ വിഭവ സമാഹാരത്തിലേക്ക് കൈത്താങ്ങായി എത്തിയത്. മലപ്പുറം സോൺ കേരള മുസ്ലിം ജമാഅത്ത്, SVS, SSF പ്രാസ്ഥാനിക കുടുംബം 69 യൂണിറ്റുകളിൽ നിന്നും നന്നായി സഹകരിച്ചു. അൽഹംദുലില്ലാഹ് ഇത്രയും മരിച്ചാക്കുകളും പഞ്ചസാരയും ചായപ്പൊടിയും അതുപോലെ ഉപ്പും അതുപോലെ തന്നെ പച്ചക്കറിയും വിഭവങ്ങൾ അവരവരാൽ കഴിയുന്ന രൂപത്തിൽ എല്ലാം അറിയുന്ന റബ്ബ് അൽഹംദുലില്ലാഹ് ഈ സ്ഥാപനത്തിൽ ഇത്രയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 450 അഹ്ലു ബൈത്ത് പഠിക്കുന്നത്, സാദാത്തുക്കൾ പഠിക്കുന്നത്, അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾ, യതീമക്കൾ, ഭിന്നശേഷിക്കാർ സർവരും പഠിച്ച് വളർന്ന് അവർ ഉയർന്ന് അതിൻ്റെ ഒക്കെയും പുണ്യം നൽകിയവർക്ക് നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊരു വലിയൊരു സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വങ്ങൾ ചോദിക്കപ്പെട്ടപ്പോൾ ഈ ത്വാമുത്താം ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നാണ്. ആ കൂട്ടത്തിൽ നീ പെടുത്തി നാളെ ആഖിറത്തിലേക്ക് സ്വർഗം സമ്പാദിക്കാനുള്ള മുത്തനബിയുടെ ചാരത്തെത്തിച്ചേരാനുള്ള വലിയൊരു സംഭാവനയായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ റഹ്മത്തിക യാ റബ്ബ്. വിശുദ്ധ റമദാനിൽ മലപ്പുറം സോണിലെ കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എല്ലാവരും കൂടി പ്രാസ്ഥാനിക കുടുംബം ഒന്നായിട്ട് ഏറ്റെടുക്കുന്ന ഈ വിഭവ സമാഹരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിന് വലിയ മുതൽക്കൂട്ടാണ്. ഇതിന് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. ഓരോ വീടുകളിൽ നിന്ന് നൽകുന്ന അരികൾ, പഞ്ചസാരകൾ, തേങ്ങകൾ, വാഴക്കുലകൾ, ചേനകൾ എല്ലാം ഇവിടെ നമ്മുടെ സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മലപ്പുറം സോൺ മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും നേതൃത്വത്തിൽ 69 യൂണിറ്റുകളിൽ നിന്നായി ഈ വിശുദ്ധ റമദാനിൽ മലപ്പുറത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയം, അതോടൊപ്പം ലോകോത്തര വരെ ഉയർന്ന ഈ വലിയ ഒരു മാദൻ സംരംഭത്തിന് ചെറിയൊരു സഹായമാണ് ഈ വിശുദ്ധ റമദാനിൽ ജനങ്ങളിലൂടെ നൽകുന്നത്. പല വീട്ടിലേക്കും എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിലെ പ്രതികൂല സാഹചര്യത്തിലും പലരും പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും മലപ്പുറത്തിൻ്റെ അല്ലെങ്കിൽ മാദൻ്റെ ഈ ഒരു മഹിമ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഉപകാരം അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അരിയും പഞ്ചസാരയും ചായപ്പൊടിയും പച്ചക്കറിയും എല്ലാം നൽകിയത്. മഅദിൻ്റെ പ്രാർത്ഥനാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് സോൺ കേന്ദ്രീകമായി വിഭവ സമാഹാരമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഏറ്റവും ശ്രദ്ധേയവും അതിലേറെ വളരെ സന്തോഷകരവുമായ വിഭവ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ കുടുംബ അംഗങ്ങൾ ഒന്നടക്കം ഈ ക്യാമ്പസിനെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഒരു മകുടോദാഹരണം കൂടിയാണ് ഇത്.